ഹലോ നമസ്കാരം, രഞ്ജിത്ത്. കഴിഞ്ഞ ആഴ്ചയാണ് ഞങ്ങൾ ഏകദേശം 32 ഓൺട്രപ്രണേഴ്സുമായിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയത്. ഈ യൂറോപ്പ് ട്രിപ്പിനകത്ത് ഞങ്ങൾ 6 രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, സ്ലൊവേനിയ, ഓസ്ട്രിയ തുടങ്ങിയവയായിരുന്നു ആ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളും വലിയ അവസരങ്ങളുമാണ് നമുക്ക് സമ്മാനിച്ചത്. എല്ലാ ഓൺട്രപ്രണേഴ്സിനും അതിൻ്റെ ആ ഫീലുണ്ട്. ഇപ്പോഴും ആ ഒരു വൈബ് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനിതിലെ ഓരോ അനുഭവങ്ങളായി നിങ്ങളോട് ഒരു സീരീസ് ആയിട്ട് തീർച്ചയായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ആദ്യം പറയുന്നത് ചില ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഞങ്ങൾ ഈ ഓരോ രാജ്യങ്ങളിലും സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള പല ബിസിനസ്സുകാരുമായിട്ടും അവിടെയുള്ള ഷോപ്പുകളുമായിട്ടും ഒക്കെ ഇൻട്രാക്ട് ചെയ്യാനായിട്ടിടയായി. അവിടെയുള്ള നമ്മളുടെ പല പരിചയക്കാരുമായിട്ടും കണക്ട് ചെയ്തു. അങ്ങനെയൊക്കെ വന്നപ്പോൾ പല അവസരങ്ങൾ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് സ്ലൊവേനിയ എന്ന കൺട്രിയിൽ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺട്രീസിൽ ഒന്നായിരുന്നു സ്ലൊവേനിയ. സ്ലൊവേനിയയിൽ പോയപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് അവസരങ്ങളെക്കുറിച്ചാണ്. സ്ലൊവേനിയയിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ലുബ്യാന എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടെ വളരെ കാമായിട്ടുള്ളൊരു പ്ലേസാണ്, വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലം. ഒരുപാട് പാർട്ടിയും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും വളരെ രസകരമായ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ ലുബ്യാന. അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് കാണാനിടയായി. അവിടെയുള്ള പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത 2-3 ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഞാനൊന്ന് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി ഇൻഫർമേഷൻ ടെക്നോളജി തന്നെയാണ്. നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കാനുള്ള മാൻ പവർ ആണ്. ഈവൻ സിലിക്കൺ വാലിയിൽ പോലും ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരായിട്ടുള്ള മാൻ പവറാണ് IT സെഗ്മെൻറ്റിൽ. ഈ സ്ലൊവേനിയ പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ IT ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുക. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യക്ക് ഉള്ള പോലെയുള്ള IT ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല അവിടെ IT പ്രൊഫഷണൽസും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടും ബേസിക് ആയിട്ടുള്ള IT-യുമായിട്ടും നെറ്റ്വർക്കിങ്ങുമായിട്ടും ഈവൻ അതിന് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഭാഗങ്ങളുമായും ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി സ്ലൊവേനിയ പോലുള്ള രാജ്യങ്ങളിൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് സത്യം. അവിടെ IT പ്രൊഫഷണൽസിന് വലിയ സാധ്യതകളുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലും സിസ്റ്റം ഇൻ്റഗ്രേഷനിലും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന കോംട്രേഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, സ്ലൊവേനിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുണ്ട്. ഈ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനൊക്കെ ഒരുപാട് സാധ്യതകൾ ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം അവർ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യൻ പ്രൊഫഷണൽസിന് അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. മാത്രമല്ല അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പല കാര്യങ്ങളിലും പ്രവർത്തിക്കാനുള്ള ചാൻസസും ഓപ്പർച്യൂണിറ്റീസും സ്ലൊവേനിയ പോലുള്ളൊരു രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല സെറ്റിൽ ആവാനൊക്കെ വളരെ കാമായിട്ടുള്ള വളരെ നൈസായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെ ഉള്ളൊരു സ്ഥലമാണ് സ്ലൊവേനിയ. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് വലിയ സാധ്യതകളുള്ള പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുള്ള മാനുഫാക്ചറിങ് കമ്പനീസുള്ള ഒരു രാജ്യം കൂടിയാണ് സ്ലൊവേനിയ. ക്രിക്ക, അതുപോലെ ലെക് ഫാർമസ്യൂട്ടിക്കൽസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കമ്പനീസ് സ്ലൊവേനിയയിലുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസിന് പ്രത്യേകിച്ചും ഫാർമസ്യൂട്ടിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ജോബുകൾക്ക് ഒക്കെ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് സ്ലൊവേനിയ. അപ്പോൾ ഏറ്റവും ആദ്യം IT ഇൻഫ്രാസ്ട്രക്ചറും സിസ്റ്റം ഇൻ്റഗ്രേഷനും ഒക്കെ വലിയ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഫാർമസ്യൂട്ടിക്കൽസിലാണ്. പ്രത്യേകിച്ചും വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല സ്ഥലമാണ്. മാത്രമല്ല സ്ലൊവേനിയ എല്ലായിടത്തേക്കും പോകാൻ പറ്റുന്ന നല്ലൊരു ഹബ്ബ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്പാരിറ്റീവ്ലി വളരെ ഈസിയർ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് വലിയ സാധ്യതയുണ്ട്. കാരണം സ്ലൊവേനിയ പലപ്പോഴും എന്നെ ഒരുപക്ഷെ യൂറോപ്യൻ യാത്രയിൽ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയ സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സ്ലൊവേനിയയിലുള്ള പോസ്റ്റോയിന കേവാണ്. ഒരു നാച്ചുറലായിട്ട് ഉണ്ടായിട്ടുള്ളൊരു കേവാണ്. ഒരു 10-26 കിലോമീറ്ററോളം നീളമുള്ള ഒരു കേവ്. അതിനകത്ത് ഏകദേശം ഒരു 3-4 കിലോമീറ്ററോളം നമുക്ക് ചെറിയൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും. ഓരോ നിമിഷവും നമ്മളെ വാവ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കേവാണ് ഈ പറയുന്ന പോസ്റ്റോയിന കേവ്. അപ്പോൾ ഇതുപോലെ അതുപോലെ ലേക്ക് ബ്ലഡ് എന്ന് പറയുന്ന ഒരു റിവറുണ്ട്. അപ്പം ഈ റിവർ അതുപോലെ ഈ കേവ് ഒക്കെ അതുപോലെ തന്നെ വേറെയും കേവുകളുണ്ട് ഈ സ്ലൊവേനിയയിൽ തന്നെ. ഇപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് ടൂറിസം സാധ്യതകൾ ആക്ച്വലി സ്ലൊവേനിയയിലുണ്ട്. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആയുർവേദത്തിനടക്കമുള്ള സാധ്യതകൾ ശരിക്കും സ്ലൊവേനിയയിലുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ പുതിയതായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്ലൊവേനിയ. അപ്പോൾ തീർച്ചയായിട്ടും ടൂറിസ്റ്റ് സാധ്യതകളും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയമാണെങ്കിൽ തീർച്ചയായിട്ടും സ്ലൊവേനിയ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്.
മറ്റൊന്ന് ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിങ്ങും ഇതിൻ്റെ ആക്സസറീസ് മാനേജ്മെൻറ്റും മെയിൻ്റനൻസും ഒക്കെയാണ്. കാരണം യൂറോപ്പിലുള്ള പല സ്ഥലങ്ങളിലും ഓട്ടോമോട്ടീവ് ഹബ്ബുകളുണ്ട്, അതുപോലെ ഓട്ടോമോട്ടീവ് ആക്സസറീസിനുള്ള ഹബ്ബുകളുണ്ട്. പലതരത്തിലുള്ള ഇതുപോലെ സിമിലർ ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ആക്സസറീസ് നിർമ്മിക്കുന്ന സ്ഥലങ്ങളും ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷേ സ്ലൊവേനിയ അതിന് പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ അത്യാവശ്യം ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ്, ആക്സസറി മാനുഫാക്ചറിങ്ങും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും സ്ലൊവേനിയയിൽ സാധ്യതകളുണ്ട്. യൂറോപ്പിൽ ജോബ് മാത്രമല്ല ബിസിനസ് സാധ്യതകളും ഏറി വരികയാണ് എന്നുള്ളതാണ് സത്യം. ഓൾ ദ ബെസ്റ്റ്.